എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ CGH എത്തിയ ദിവസം തന്നെ അവിടെ ഫ്രണ്ടിലായിട്ട് കുറേ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു. അതിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ചെയ്തു, സൈക്ലിംഗ് ആയിരുന്നു അതിന് ഞാൻ മാത്രമേ പോയുള്ളായിരുന്നു. അപ്പം പിള്ളേർക്കൊക്കെ കൂടെ എൻജോയ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റി കൂടി എടുക്കുകയാണ്, ബുള്ളോക്കാട്ട് റൈഡ്. 1000 റുപ്പീസാണ് ഇവരിതിന് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ഒരു റൈഡാണിത്. അപ്പോൾ ഏതായാലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡായിരിക്കും ഇത്. കാരണം അത്ര കോമൺ അല്ല. നമ്മുടെയൊക്കെ കൊച്ചിലെ നമ്മൾ കാണുന്നതായിരുന്നു കാളവണ്ടിയൊക്കെ, പക്ഷേ ഇപ്പോൾ അത് അത്ര കോമൺ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൈഡ് എടുക്കാൻ കാരണം. തന്നെയല്ല, നമ്മൾ സൈക്ലിങ്ങിൽ പോകാത്ത മറ്റ് ചില വില്ലേജുകളിൽ കൂടെ ഇതിലൂടെ നമുക്ക് പോകാനും സാധിക്കും. ഇപ്പോൾ രാവിലെ നമ്മൾ സൈക്ലിങ്ങിന് പോയിട്ട് വന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡിലൂടെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ചെട്ടിനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെയുള്ള മാൻഷനുകളാണ്. ഏകദേശം 200-250 വർഷം പഴക്കമുള്ള പല സ്റ്റേജുകളിലുള്ള മാൻഷൻസ്. കൂടാതെ ഇതൊരു പ്ലാൻഡ് സിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു ക്രോസ് റോഡ്സൊക്കെ കണ്ടോ? ശരിക്കും നമ്മളൊരു ഏരിയൽ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്രോസ് റോഡ്സ്, ഇടവഴികൾ എല്ലാം നമുക്ക് കാണാം. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ബുള്ളോക്കാട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഏകദേശം 7 പേർക്കുള്ള സീറ്റിംഗ് ആണുള്ളത്. 7-8 പേർക്കൊക്കെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. പിള്ളേരൊക്കെ ആദ്യമേ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈക്ലിങ്ങിന് പോയ ആ ഒരു റൂട്ടേ അല്ല ഇപ്പോൾ പോകുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള റൂട്ടുകൾ പിടിച്ചാണ് പോകുന്നത്. എന്നാൽ പോലും നമുക്ക് കാരക്കുടിയുടെയോ അല്ലെങ്കിൽ ചെട്ടിനാടിൻ്റെയോ 100% പോലും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് റോഡിൻ്റെ വീതി തന്നെ നോക്കണം. പലയിടങ്ങളിലും പലതരത്തിലുള്ള വിഡ്ത്താണ് വരുന്നത്. അതായത് ആ കാലത്ത്, അതായത് 200 വർഷം അല്ലെങ്കിൽ 150 വർഷം പുറകിലേക്ക് പോകുമ്പോൾ ആ കാലത്ത് ഓരോരുത്തരുടെ വരുമാനത്തിനനുസരിച്ച് ഇന്നത്തെ പോലെ തന്നെ, അതായത് അവരുടെ വരവിനനുസരിച്ചുള്ള സ്ഥലങ്ങളും അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റുകളും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് ലക്ഷ്മി ഹൗസ് എന്ന് പറയുന്ന ഒരു മാൻഷനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അത് കാണാം. പക്ഷെങ്കിൽ അതൊരു വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഇവിടെയായിട്ട് ഒരു പഴയ ഒരു മാൻഷൻ കഫേ ആയിട്ട് മാറ്റിയേക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം ഞാൻ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ ഈ കഫേയൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേങ്കിൽ നമ്മളൊരു 1 ഡേ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. അതുകൊണ്ട് അതൊന്നും നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും മുമ്പോട്ട് ചെല്ലുമ്പം ഇതുപോലുള്ള പുതിയ വീടുകളുമൊക്കെ ഇവിടെ പണിയുന്നുണ്ട്. ആ പണിയുന്ന എല്ലാം തന്നെ ആ ഒരു ചെട്ടിനാട് സ്റ്റൈൽ ആർക്കിടെക്ചറിൽ തന്നെയാണ്. പുതിയത് പണിയുന്ന പോലെ തന്നെ പഴയത് ഒരുപാടെണ്ണം ഇവിടെ റൂയിൻസായിട്ട്, അതായത് നോക്കാൻ ആളില്ലാതെയൊക്കെ കിടപ്പുണ്ട്. ഇതൊരു പഴയ കുളമാണ്, നല്ല വലിപ്പമുള്ളൊരു കുളമാണ്. ഇപ്പം അത് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. അതായത് ചെട്ടിനാടിൻ്റെ ആ ഒരു പഴക്കത്തോളം തന്നെ പാരമ്പര്യമുള്ള ഒരു കുളമാണ്. അതിനെ ഇപ്പം ഗവൺമെൻറ് ഏറ്റെടുത്ത് പുതിയ കുറേ സ്ട്രക്ചറൽ വർക്കൊക്കെ അവിടെ നടക്കുന്നു. അതുപോലെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേന് പല മാൻഷനുകൾ ഇവിടെ ഏകദേശം ഗവൺമെൻറ് കണക്കനുസരിച്ച് 1000-ന് മുകളിൽ മാൻഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 1000-നല്ല 10,000-ന് മുകളിൽ മാൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പലതും ഇപ്പം നശിച്ച രീതിയിലാണ്. ചിലതൊക്കെ റിസോർട്ടുകളായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ തന്നെ ഒരു റിസോർട്ടാണ്. അതുപോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, CGHൻ്റെ വിശാലം എന്ന് പറയുന്ന ആ ഒരു റിസോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പലയിടങ്ങളിലായിട്ട് ചെട്ടിനാട് മാൻഷനും അതുപോലെ മറ്റനേകം മാൻഷനുകൾ വേറെയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെറിറ്റേജ് ടൈപ്പ് റിസോർട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാരക്കുടിയിൽ ഈ കാണുന്ന മാൻഷനുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ബേസിക്കലി നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 10ഓളം മാൻഷൻസ് ഇവിടെ റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റു പലതും കഫേ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുമൊക്കെ ആൾക്കാരിവിടെ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാളവണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു മാൻഷന് ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാജാസ് പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കാരക്കുടിയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു മാൻഷനാണ്. ബിഗസ്റ്റ് എന്ന് മാത്രമല്ല, ഇപ്പോഴും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. 1930കളിലാണ് ഇത് പണിതതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്നത്തെ ഒരു തലമുറ നോക്കിക്കഴിഞ്ഞാൽ 4-5 തലമുറയ്ക്ക് ശേഷമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. പല സിനിമകളിലും ഈ കാണുന്ന മാൻഷൻ വേദിയായിട്ടുണ്ട്. അപ്പം അതിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, പുറമേ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു.
നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം. ഏതായാലും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന മാൻഷനുകൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ലക്ഷ്മി ഹൗസൊക്കെ ആണെങ്കിലും ഉള്ളിലൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല പലതിലും. പിന്നെ നമ്മളൊരു ഹെറിറ്റേജ് സ്റ്റേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, CGHO അല്ലെങ്കിൽ ഇതുപോലുള്ളതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലുള്ളിടത്ത് പൈസ മുടക്കി കയറേണ്ട ആവശ്യവുമില്ല. പിന്നെ അതുകൂടാതെ ചെട്ടിനാടിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറയുമ്പം ഉറപ്പായിട്ടും മഹാലക്ഷ്മി വീവിംഗ് സെൻറ്ററിനെ പറയാതെ വിടാൻ പറ്റത്തില്ല. ഒരുപാട് അവാർഡുകളും റെക്കഗ്നീഷൻസും ഒക്കെ നേടിയിട്ടുള്ള ഒരു വീവിംഗ് സെൻ്ററാണ് ഇത്. മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിലുള്ളതാണ്. അവരുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. നമ്മളും ഏതായാലും അവിടെ പോയി അവരുടെ ആ ഒരു വീവിംഗ് സെൻ്ററൊക്കെ കണ്ടു, 2 സാരിയൊക്കെ നമ്മൾ വാങ്ങി. എന്തായാലും പിള്ളേർക്ക് ഈ കാണുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർ പണ്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ കാണുന്ന കാഴ്ചകൾ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടെന്താണ്, നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ എന്താണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള യാത്രകൾ അനിവാര്യമാണ്. ചെട്ടിനാടെന്ന് പറയുമ്പോൾ മാൻഷനുകൾ മാത്രമല്ല, പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമുക്കിവിടെ കാണാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് ഇപ്പോൾ ഒരു നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു വീടാണ്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ചെറിയൊരു ആർച്ച് കണ്ടോ, അപ്പോൾ അത് ചിദംബരം മെമ്മോറിയലായിട്ടുള്ള ഒരു ആർച്ചാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ P. ചിദംബരം, അദ്ദേഹം ചെട്ടിനാടുകാരനായിരുന്നു. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള എന്തിൻ്റെങ്കിലുമൊക്കെ ആർച്ചായിരിക്കാം, സ്കൂളിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുപോലെ ഇന്ന് ഈ ചെട്ടിനാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ മാൻഷനുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പലതും നശിച്ചുപോയി. ഇതിനെയൊന്നും സംരക്ഷിക്കാനായിട്ട് വേറെ വഴികളില്ല. കാരണം സംരക്ഷിക്കണമെങ്കിൽ ആ കാലത്ത് തന്നെ വളരെയധികം കാശ് ചെലവിട്ട് ചെയ്തിരുന്ന മാൻഷനുകളായിരുന്നു. ഞാൻ പറഞ്ഞു 3, 4, 5 തലമുറകളായി. ഈ തലമുറകളിൽ അവരുടെ ഒരു ഷെയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പം 1, 2 മുറികളായിരിക്കും ആ ഒരു മാൻഷനുകളിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊന്നും റീറ്റെയിൻ ചെയ്യാനുള്ള താല്പര്യവും ഇല്ല. എന്തായാലും നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും കൾച്ചറൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇതുപോലുള്ള യാത്രകൾ അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പല രീതിയിലുള്ള, പല കൾച്ചറിലുള്ള, പല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം കാരക്കുടിയുടെയും ചെട്ടിനാടിൻ്റെയും കാഴ്ചകളൊന്നും ഇവിടെ തീരുന്നില്ല. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണും. അതുവരെ ബൈ.